ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന TSV ബൈക്കിൻ്റെ കംപ്ലീറ്റ് ഗ്യാസ് വെൽഡും ഗ്രൈൻഡിങ് വർക്കൊക്കെ കഴിച്ചു വെച്ച ചേസ്, സിങ്ങാമ്പ്, ഹെഡ്, ക്ലച്ചിൻ്റെ കവറ്, സെൻട്രൽ കേസും സിലിണ്ടർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മളിത് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങളെ വണ്ടി നിങ്ങൾ സാൻഡ് ബ്ലാസ്റ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, പുറത്ത് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ കാരണം ഇത് നമ്മൾ മുൻപ് ഒരുപാട് പ്രാവശ്യം പുറത്ത് കൊടുത്തിട്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതെന്നാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്ന സിങ്ങാമ്പിൻ്റെയും ചേസിൻ്റെയും എല്ലാ ഹോളിലും നമ്മൾ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻറ്റിന് നല്ല തിക്നെസ്സും അതേപോലെ ഒരുപാട് കോട്ടിങ്ങെല്ലാം ഉണ്ടെങ്കിൽ നല്ല ഫോഴ്സ് ചെയ്തിട്ട് ഒരുപാട് ടൈം ചെയ്യേണ്ടി വരും. അപ്പോൾ അറിയാത്ത ടീമെല്ലാം കയറിയിട്ട് ഇതിൽ കൈവെക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണി കിട്ടിയിട്ടുണ്ട്. ഈ ത്രെഡിലേക്കെല്ലാം കയറിയിട്ട് ആ ത്രെഡിന് ചെറിയ തോതിൽ എന്തെങ്കിലും ഡാമേജ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ആവറേജ് നേർന്ന ഒരു കോട്ട് പെയിൻ്റ് ആണെങ്കിൽ സിമ്പിളായിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് തന്നെയായാലും ചെയ്യുന്നതിന് മുൻപേ ഈ കാണുന്ന എല്ലാ ഹോളിലും ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടീൻ്റെ ഊരി ഒരുപാട് നട്ടും ബോൾട്ടും വാഷറൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രം. അഥവാ അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് കയറി പോണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനെക്കൊണ്ട് വേറെ നമുക്ക് ദോഷവും ഇതൊന്നും വരാനില്ല. ഒരു സേഫ്റ്റി അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പണി. നമ്മൾ കുറേ കാലം മുൻപേ പുറത്ത് കൊടുത്തിട്ട് ചെയ്യിച്ചൊരു വർക്കാണിത്. അപ്പോൾ അതിൽ സെൻട്രൽ കേസും അതേപോലെ സിലിണ്ടർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് പോയി അവിടെ നിൽക്കേണ്ട ടൈമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കൊടുത്തേൽപ്പിച്ചു. നമുക്ക് കയ്യിൽ സാധനം കിട്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സ്മോൾ കവറിൻ്റെ ഇത് ഇത്രയും കുഴിഞ്ഞു പോയിട്ടുണ്ട്. അടിച്ചിട്ട് അത്രയും ഫോഴ്സിൽ ചെയ്തിട്ട് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി പഴയ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അത്രയും പുട്ടി വറുക്കാമ്പോൾ ചെയ്യേണ്ടി വരും. പിന്നെ ഹെഡിൻ്റെ എല്ലാം ത്രെഡ് വരുന്നുണ്ടല്ലോ, പ്ലഗ് ഇടുന്ന ആ ത്രെഡിലേക്കെല്ലാം കയറിയിട്ട് പ്ലഗ് ശരിക്കും ഇടാൻ പറ്റുന്നില്ല. ഓയിൽ പമ്പ് ഫിറ്റാക്കുന്ന ഒരു പാക്കിംഗ് ഒന്നും ജസ്റ്റ് ഇതേപോലെ അടിച്ചിട്ട് കാണുന്നില്ല. എല്ലാം പോയിനി. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് സാധനം കിട്ടിയത്. ആ ഒരു ഡാമേജ് ആയ ആ എഞ്ചിൻ്റെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു എഞ്ചിൻ്റെ ഡിസ്പ്ലേ ആക്കി എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇതിന് മുൻപേ നമ്മൾ യൂട്യൂബ് ചാനൽ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് പറയാം. സംഭവം പ്രത്യേകിച്ച് എഞ്ചിൻ്റെ ഭാഗമെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ആവുമോ, ഇങ്ങനെ വേണ്ട, നമുക്ക് നീറ്റായിട്ട് കിട്ടണം എന്ന രീതിയിൽ സംസാരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇതേപോലെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാത്ത ടീമെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ടെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഞ്ചിൻ്റെ എല്ലാ ഭാഗവും രണ്ടാമതും പൈസ കൊടുത്തിട്ട് ഒറിജിനൽ സാധനം തപ്പിയെടുക്കൽ നല്ല പണിയാണ്. ഈ സാൻഡ് ബ്ലാസ്റ്റ് അത്രയും നീറ്റായിട്ട് ഒരുപാട് ടീം അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെറുതെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരോട് പറയാം. സംഭവം അത്രയും നീറ്റായിട്ട് ചെയ്തു തരണം എന്ന് പറയാം. പിന്നെ അടുത്തത് ഇതാ നമ്മൾ ഓയിൽ പമ്പ് ഫിറ്റാക്കുന്ന ഈ ഒരു പാക്കിങ് നിങ്ങൾ എന്ത് തന്നെയായാലും അത്രയും പെർഫെക്റ്റായിട്ട് ഒട്ടിക്കാൻ പറയണം. പിന്നെ ഈ ഒരു സീല് ഊരണ്ട, അത് അവിടെ തന്നെ കിടന്നോട്ട്. പിന്നെ ഇതിനൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പാക്കിങ് വരുന്ന വശം എന്ത് തന്നെയായാലും നിങ്ങൾ നല്ല വൃത്തിയിൽ ഒട്ടിക്കാൻ പറയണം. അവർ ഒട്ടിക്കും, എന്നാലും പറയുന്നതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഇത് ഞാൻ ചില വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട്, ഈ കവറ് ചവിട്ടി പിടിച്ചിട്ട് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റഫായ സ്ഥലത്തെല്ലാം വെക്കുന്നതാണെങ്കിൽ അടിയിൽ പാക്കിങ് നടത്തിയാലും നല്ല പണി വരും. അടുത്തത് നമ്മളിതാ ഹെഡാണ്. അപ്പോൾ ഹെഡിൻ്റെ ഈ ഒരു ഭാഗമാണ് ഒട്ടിക്കേണ്ടത്. അപ്പുറത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പഴയ പ്ലഗ് നിങ്ങൾ ഇതിൽ ടൈറ്റ് ചെയ്ത് വെക്കണം, ഊരണ്ടെങ്കിൽ. കാരണം ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒരുപാട് കാലത്തെ കോട്ട് പെയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെയെല്ലാം നല്ല ഫോഴ്സിൽ ചിലപ്പോൾ അടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ആദ്യം കൊടുത്തതിലെല്ലാം ഈ ഒരു ഭാഗത്തിലാണ് മുട്ടം പണി കിട്ടിയിട്ടുണ്ടായത്. ഈ പ്ലഗ് നിങ്ങൾ ഊരണ്ട, അതിൽ തന്നെ കിടന്നോട്ട്. അപ്പോൾ നിങ്ങളെ വണ്ടി ഇതേപോലെ കംപ്ലീറ്റ് ഊരിയിട്ട് റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യുമല്ലോ, ആ സമയത്ത് ഈ ത്രെഡ് എല്ലാം ഇതേപോലെ വോൾട്ട് ടൈറ്റ് ചെയ്തിട്ട് ഓക്കെ ആണ് നോക്കണം ചേസിലില്ലേ. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒരു നട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് ഗ്രൈൻഡ് അടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് കൊടുക്കാൻ പാടുള്ളൂ.
അപ്പോൾ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ പ്രൈമർ അടിച്ചിട്ടാണ് നമ്മളെ കയ്യിലേക്ക് വീണ്ടും സാധനം കിട്ടുന്നത്. ആ സമയത്ത് ഈ ത്രെഡിന് വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ ശ്രദ്ധിക്കാണ്ട് ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വീണ്ടും നമ്മൾ കത്തിച്ചിട്ട് ഗ്യാസ് വെൽഡിൽ ആടെയെല്ലാം പെയിൻറ്റ് കളയേണ്ടി വരും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് കൂടാണ്ട് പിന്നെ നമ്മളിതാ ഈ ഒരു സിങ്ങാമ്പ്, ഈ സിങ്ങാമ്പിൻ്റെ ബുഷെല്ലാം ഒട്ടുമിക്ക വണ്ടീൻ്റെയും നല്ല പഴക്കം ഉണ്ടാവും. ചില ആൾക്കാരെല്ലാം പിന്നെ മടിച്ചിട്ട് അതന്നെ എടുത്തിട്ട് ഫിറ്റാക്കും വണ്ടിയിൽ. ഇതിനെല്ലാം ചെറിയ പൈസയല്ലോ, ജെന്യൂൻ ബുഷിന് ചെറിയ പൈസയല്ലോ. അപ്പോൾ നമ്മൾ അത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു വണ്ടി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ബുഷും കാര്യമെല്ലാം മാറ്റാം. വീണ്ടും എപ്പോഴെങ്കിലും അത്രയും പൈസ ചിലവാക്കിയിട്ട് മാറ്റാണ്ട് വണ്ടി ഫിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കംപ്ലീറ്റ് പെയിൻറ്റും ഡാമേജ് ആവും, ഊരലും പിടിക്കലായിട്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ വണ്ടി റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മളിപ്പം സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എഞ്ചിൻ്റെ, നേരത്തെ വീഡിയോയിൽ കാണിച്ച എഞ്ചിൻ്റെ ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലാണ് നമ്മളിപ്പം ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വണ്ടി പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലീനിങ്ങിൽ പിന്നെ ഇപ്പം ഏറ്റവും സേഫായ ഒരു മെത്തേഡാണ് സാൻഡ് ബ്ലാസ്റ്റിങ്. അതുകൊണ്ട് നിങ്ങൾ വണ്ടി കംപ്ലീറ്റ് നിങ്ങൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ വരുന്ന സമയത്ത് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം ചെയ്യാം. നല്ല ക്വാളിറ്റി പെയിൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തെ ലൈഫ് എന്തുതന്നെയായാലും വണ്ടിക്ക് കിട്ടും. പിന്നെ നമ്മൾ മെക്കാനിക് പരമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ A to Z കാര്യവും ജെന്യൂൻ ലെവലിൽ മാത്രം സെറ്റാക്കാൻ ശ്രമിക്കുക. അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ജെന്യൂൻ ലെവലിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിക്ക് ഒരുപാട് കാലത്തേക്ക് പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, നല്ല ലൈഫും കിട്ടും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മൾ ഇവിടെ ചെയ്യുന്ന വർക്ക്, മുൻപേ കൊണ്ടുവന്ന വണ്ടീൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പിന്നെ എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം അത്രയും മെസ്സേജാണ് പിന്നെ വരുന്നത്, നമുക്ക് നോക്കിയാൽ തരുന്നില്ല, ആ ലെവലിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഫോൺ നമ്പർ കൊടുക്കാത്തത്, അതിനെല്ലാം കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കസ്റ്റമർക്ക് ഇപ്പം നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ പിന്നെ താല്പര്യം ഇല്ല എന്ന് തന്നെ പറയാം, ആ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി പിന്നെ ഒരുപാട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ പിന്നെ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ.